ും ചേർന്നിരിക്കലും എല്ലായ്പ്പോഴും ആഘോഷവും ആഹ്ലാദവും കിട്ടുന്ന ഒന്നാണ്. അത്തരത്തിലൊരു പരിപാടിയാണ് ഇഞ്ചോടിഞ്ച്. ഞങ്ങൾ ഇന്ന് ഒരു കൂട്ടം ആളുകളോടൊപ്പം ഇഞ്ചോടിഞ്ച് എന്ന പരിപാടി ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഇഞ്ചോടിഞ്ചിലേക്ക് സ്നേഹസ്വാഗതം. നമസ്കാരം. VMTV ന്യൂസ് ചാനലിന്റെ ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞങ്ങളിന്നുള്ളത് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിലാണ്. ഇവിടെ ഞങ്ങൾക്കൊപ്പം ഇരിക്കുന്നത് ഇവിടെ ചുമട്ടുതൊഴിലാളി യൂണിയനിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ചേട്ടന്മാരാണ്. അപ്പോൾ നമ്മളിന്ന് ഇവരോടൊപ്പമാണ് ഈ ഇഞ്ചോടിഞ്ച് എന്ന ഈ പ്രോഗ്രാം സഞ്ചരിക്കുന്നത്. നമുക്ക് അവരുടെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും കേൾക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇവരെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേരെങ്ങനെ? എൻ്റെ പേര് അനിൽ. എൻ്റെ പേര് ജഗൻ. ബാബു. സുജീന്ദ്രൻ. എല്ലാവരും തിരുവനന്തപുരത്ത് തന്നെയല്ലേ? അപ്പോൾ ഇപ്പം നമ്മൾ ഈ ഒരു ഉച്ച ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്ന ഒരു സമയമാണ്. ഈ ഇഞ്ചോടിഞ്ച് പരിപാടി എന്ന് പറഞ്ഞാൽ അറിയാമോ? കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ ചെറിയ ചെറിയ കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഏറ്റവും കൂടുതൽ ചോദ്യത്തിന് ഉത്തരം പറയുന്ന ആളിന് നമ്മളൊരു ചെറിയ സമ്മാനം തരും. ഇത്രയുള്ള പരിപാടി. കുസൃതി ചോദ്യം നമ്മൾ കുട്ടിക്കാലത്തൊക്കെ പഴഞ്ചൊല്ലും കുസൃതിയൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള ആൾക്കാരാണ്. പോവാം, അറിയാനുള്ള ഉത്തരങ്ങൾ പറഞ്ഞാൽ മതി. എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ പുക അടിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ്? ഏറ്റവും കൂടുതൽ പുക ആലോചിച്ച് പറഞ്ഞാൽ മതി. ആക്കോണോ പറയാം. ഏറ്റവും കൂടുതൽ പുക അടിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം. ഇത് പുതിയതാണല്ലോ. ചേട്ടന്മാരെല്ലാം ഇങ്ങനെ കടുത്ത ആലോചനയിലാണ്. ഇംഗ്ലീഷിലെ ലെറ്റേഴ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ കിട്ടും. കുസൃതി ചോദ്യമാണ്. അപ്പൊ അതിനകത്ത് എന്തായാലും ഒരു കുസൃതി ഉണ്ടാവും. പുക അടിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏയാണ്. എന്തുകൊണ്ടാ എന്ന് പറഞ്ഞേ? എന്ന് പറയുമ്പോ ആണ് ആദ്യം തുടങ്ങുന്നത്. അല്ല ഏട്ടാ, വേറൊരു അക്ഷരമുണ്ട്. ഒന്നുകൂടെ ആലോചിച്ചാൽ കിട്ടും. എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? സി എന്ന് വെച്ചാൽ പുകയുടെ ഇതും കൂടെ വരുന്നോണ്ടാണ് സി എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത്. ഉത്തരം കറക്റ്റ് ആണ്, പക്ഷേ എക്സ്പ്ലനേഷൻ അതല്ല. വേറെ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ പറയാനുണ്ട? ഉത്തരം ചേട്ടൻ പറഞ്ഞ ഉത്തരം കറക്റ്റ് ആയിട്ട് തന്നെ കൂട്ടാം. സി ആണ് ആൻസർ. അപ്പൊ എന്തുകൊണ്ടാണെന്നുള്ളതും കൂടി ഒന്ന് ആലോചിച്ചാൽ കിട്ടും ആർക്കെങ്കിലും. സിഗരറ്റിന്റെ അല്ല. സി എന്ന് പറയുന്ന അക്ഷരത്തിന് മുന്നേ ശേഷം ഏതൊക്കെ അക്ഷരം ഒന്ന് ആലോചിച്ചേ. ബിയും ഡി സി ഡി. അപ്പൊ ഏതിന്റെ ഇടയിലാണ് കിടക്കുന്നത്? BD. BD എന്ന അക്ഷരങ്ങൾക്കിടയിലല്ല. അപ്പൊ BDക്കിടയിൽ കിടക്കുന്നതുകൊണ്ട് സിക്കാണ് ഏറ്റവും കൂടുതൽ പുകയടിക്കുന്നത്. മനസ്സിലായിരുന്നു? BD എന്ന അക്ഷരം. BD. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. അപ്പം ചേട്ടാ ഒരു ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അല്ലേട്ടാ അല്ലേ? അപ്പൊ അല്ലേട്ടന് 1 പോയിന്റ് ആയി. കറക്കി കുത്തി ചേട്ടാ, ഇരുന്നൊക്കെ കറക്കി കുത്തി, പക്ഷെ ഉത്തരം കറക്റ്റായി. അപ്പൊ അടുത്ത ചോദ്യം പോവാം. ഏത് ഭാഷയിൽ എഴുതാൻ പറ്റുന്ന കണ്ടുപിടുത്തം? ഏത് ഭാഷയിൽ എഴുതാൻ പറ്റുന്ന ഒരു കണ്ടുപിടുത്തം? അപ്പം നമ്മുടെ കൂടെ ഇപ്പൊ ഒരു പുതിയൊരാൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനാ? പ്രഭു രാജു. നമ്മളിവിടെ ചെറിയ കുസൃതി ചോദ്യം ചോദിക്കുന്ന ഒരു എപ്പിസോഡാണ്. അറിയാനുള്ള ഉത്തരം പറഞ്ഞു. അപ്പൊ ചോദ്യം ഇതാണ്, ഏത് ഭാഷയിൽ എഴുതാൻ പറ്റുന്ന കണ്ടുപിടുത്തം? ഏത് ഭാഷയിൽ എഴുതാൻ പറ്റും ആ കണ്ടുപിടുത്തം, ആ ഉപകരണം വെച്ച്? അതെ, ഇവിടെ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. പേന ശരിയായിട്ടുള്ള ഉത്തരമാണ്. പേനയാണ് ഏത് ഭാഷ ഉപയോഗിക്കാൻ കഴിയുന്ന കണ്ടുപിടുത്തം. അപ്പം നല്ലേട്ടന്റെ കൂടെ ഒരു ആളും കൂടി എത്തിയിരിക്കുകയാണ്. ഇനി ഒരു 2-3 ചോദ്യം കൂടെ ഉണ്ട്. സമ്മാനം ആരെടുക്കും നമുക്കറിയാം. നല്ല പഠിത്തമാണ് 2 പിള്ളേര്. പിന്നെ സൂപ്പർ പഠിത്തമാണ്. ഇത്രയും കഷ്ടപ്പെടുന്ന സമയത്ത് അവർ പഠിക്കുന്ന വലിയ സന്തോഷം. സന്തോഷം തന്നെ. എന്തായാലും കുട്ടികൾ നന്നായിട്ട് പഠിക്കട്ടെ. അവിടുത്തെ ചോദ്യം നല്ല രസകരമായ ഒരു സാധനമാണ്. ചിന്തിച്ച ഉത്തരം കിട്ടുന്നതാണ്. നല്ലതായിട്ട് റെഡിയാണ്. ഒരു ഉത്തരം പറഞ്ഞപ്പോ ചേട്ടൻ തളർന്നുവല്ലോ. അല്ല, ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും, ആവശ്യം കഴിഞ്ഞാൽ സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു സാധനം. ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും, ആവശ്യം കഴിഞ്ഞാൽ സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു സാധനം. തുറപ്പ വലിച്ചെറിയോ നമ്മള്? ഇല്ല. ആവശ്യമുള്ളപ്പോ നമ്മൾ വലിച്ചെറിയും, ആവശ്യമില്ലാത്തപ്പോ സൂക്ഷിച്ചു വയ്ക്കും. സൂക്ഷിച്ച് മടക്കി എടുത്തൊരിടത്ത് വയ്ക്കും. കൊട വലിച്ചെറിയൂലല്ലോ.
അല്ല നമ്മള് ആവശ്യമുള്ളപ്പോൾ നമ്മൾ നൂത്ത് പിടിക്കും മടക്കി വയ്ക്കില്ലേ. അല്ല, ഇത് കൃത്യമായിട്ട് ആവശ്യമുള്ളപ്പോൾ നമ്മൾ വലിച്ചെറിയും ആ സാധനം. വലിച്ചെറിയോ? ചെരുപ്പ് വലിച്ചെറിയോ? വലിച്ചെറിയില്ല. ഇല്ല. അതാണ് ആലോചിച്ചാൽ കിട്ടും, ചേട്ടന് കിട്ടും. ഇവിടെ കിടന്ന് ഉറങ്ങിയായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്. എന്നിട്ട് പോയി കുളിച്ച് പൗഡറൊക്കെ ഇട്ട് എൻ്റെ വീട്ടുകാരൊക്കെ അത് പരിപാടി കാണുമെന്ന് പറഞ്ഞ് പൗഡറൊക്കെ ഇട്ട് ബ്യൂട്ടീഷ്യനൊക്കെ ചെയ്തിട്ട് ചെറിയൊരു ക്ലൂ തരാം. ചെറിയൊരു ക്ലൂ എന്ന് പറയുന്നത് നമ്മുടെ നമ്മളിപ്പോ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടിരിക്കുകയല്ലേ, ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു സാധനവുമായി ബന്ധപ്പെട്ടതാണ്. മുള്ള നമ്മൾ മുടക്കി ഊണ് കഴിച്ചിട്ട് ഇലയും കളയും. ഇത് ആവശ്യമുള്ളപ്പോഴാണ് കളയുന്നത്. ഞാൻ ചോദിച്ച ചോദ്യം. ആവശ്യമുള്ളപ്പോ വലിച്ചെറിയും, ആവശ്യമില്ലാത്തപ്പോ സൂക്ഷിച്ചു വയ്ക്കും. പരമ്പല്ല. പരമ്പ് ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഭക്ഷണത്തിൽ വരുന്ന ഒരു സാധനവുമായി ബന്ധപ്പെട്ടതാണ്. അല്ല, കുറച്ച് അപ്പൊ ക്ലൂ കുറച്ചുകൂടി തരാം. അപ്പൊ നമ്മള് ഇത് വീട്ടിൽ ഊണ് കഴിക്കുമ്പോ നമുക്ക് നിർബന്ധമായി വേണ്ട കറികൾ ഏതൊക്കെയാണ്? സാമ്പാറ്, നോൺ വെജ് ആണെങ്കിൽ സാമ്പാർ, നോൺ വെജ് ആണെങ്കിൽ അതൊക്കെ വെജ് അല്ലേ? നോൺ വെജ് ആണെങ്കിൽ എല്ലാരി ഇറച്ചിയിൽ എല്ലാരി. ഇറച്ചി, മീൻ അങ്ങനെയുള്ള സാധനങ്ങളല്ലേ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട മീനുമായിട്ടൊക്കെ ഒന്ന് മീനുമായിട്ട് റിലേറ്റ് ചെയ്ത് ആലോചിച്ചാൽ കിട്ടും. മീനുമായി ബന്ധപ്പെട്ട ഒരു ഉപകരണം. ആവശ്യമുള്ളപ്പോ വലിച്ചെറിയും, ആവശ്യം കഴിയുമ്പോൾ മടക്കി വെക്കും. കിട്ടും. ഒരു പിടുത്തം കിട്ടുന്നില്ല സത്യം പറഞ്ഞ. തല കിളി പോയിരിക്കാനോ സത്യം പറഞ്ഞ കിളി പോയിരിക്കാനോ. ഒരു ഉറക്കവും കഴിഞ്ഞ് ഞാൻ ഇവിടെ കിളന്ന് എല്ലാം അടിച്ചു കൊടുത്തില്ല. മീനുമായി ബന്ധപ്പെട്ട് കിട്ടും. മീനതിനെ പിച്ചാത്തി തന്നെ. കുറച്ചുകൂടി പോട്ട്. ആവശ്യമുള്ളപ്പം വലിച്ചെറിയും, ആവശ്യം കഴിയുമ്പോൾ മടക്കി വെക്കും. ഇത്രയും നല്ല ക്ലൂ കിട്ടിയിട്ടും പറയുന്നില്ല. ഞാൻ പറയട്ടെ ഉത്തരം. മീൻവല്ല. ആവശ്യമുള്ളപ്പോ വലിച്ചെറിയും അല്ലേ? വലിയ ഒരു ക്ലൂ ആണ് വന്നാട്ടോ. എന്തായാലും ഇത് വലിയൊരു ക്ലൂ ആട്ടോ. ഇതിനകത്ത് കടലിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം എന്നുണ്ടെങ്കിലും പറഞ്ഞെങ്കിൽ നമ്മൾ വലയെന്നെങ്കിലും നമ്മൾ ചിന്തിച്ചേനാ. ഇത് മീനുമായി മീൻ വെട്ടണ കത്തി വരെ ഇവിടെ പറഞ്ഞു. എന്നിട്ട് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. ഇതാ ഒരു കുഴപ്പം. ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല, ഒരു സമാധാനം കിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. വെട്ടും തോറും നീളം കൂടുന്നത് എന്ത്? സാധാരണ സാധനങ്ങൾ വെട്ടുമ്പോ നീളം കുറയാണ് ചെയ്യണം. വെട്ടും തോറും നീളം കൂടുന്നത് എന്ത്? തലമുടി വെട്ടും തോറും നീളം കുറഞ്ഞ് ചെറുതായില്ലേ പോവുള്ളൂ. വെട്ടും തോറും നീളം കൂടുകയാണല്ലേ? വലയ്ക്കുമ്പോ ചോദ്യമാണ്. അനില് വാഴ വെട്ടുമ്പോ നീളം കുറയല്ലേ? അനിലേട്ടൻ കലുഷിതമായി ചിന്തിക്കുകയാണ്. വെട്ടും തോറും നീളം കൂടെ ഉള്ളൂ. ഇതുണ്ട്, നമുക്ക് പെട്ടെന്ന് അങ്ങ് ആകൂലല്ലോ. നമ്മളെ മനസ്സിരിക്കണത് പറഞ്ഞാൽ നമ്മള് തോറ്റുന്നില്ലേ? അല്ല, കുഴപ്പമില്ല, നമുക്ക് പറയാം. തോറും നീളം കൂടും. നിങ്ങൾ ആരും ശ്രദ്ധിക്കണില്ല. എന്റെ പുറകെ ഇരുന്ന ഒരാൾ ഭയങ്കരമായിട്ട് ചിന്തിക്കുകയാണ്. ഇപ്പൊ എടുത്തടിച്ചാണ് ഒരു ഉത്തരം. മരമൊന്നുമല്ല. അതെ. വെട്ടും തോറും നീളം കൂടുന്ന എന്തായിരിക്കും? ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കാം അല്ലേ? വെയിലടിക്കണം കേട്ടോ, അതായിരിക്കും ഉത്തരം മനസ്സിൽ കയറാതെ. ഞാൻ ക്ലൂ ആണെങ്കിൽ തരാം. ഭൂമിയുമായൊക്കെ ബന്ധപ്പെട്ട സാധനമാണ്. വെയിലെങ്ങനെ വെട്ടും? നിനക്ക് ഇതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഇത് നമ്മൾ തന്നെ വെട്ടും. നമ്മൾ തന്നെ വെട്ടുമ്പോൾ നീളം കൂടും. വസ്തുവായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. നല്ല ക്ലൂ ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഇതായിരിക്കും, നമ്മളെ വസ്തു കളയ്ക്കുന്ന ഇതായിരിക്കും. മരത്തിന് കുഴി വെട്ടണത് അല്ലേ? കുറച്ചുകൂടെ ആലോചന കിട്ടും. നീളം കൂടിക്കൊണ്ടിരിക്കും. കുഴിയല്ല, കിണറുമല്ല. അത് കുഴിയല്ലേ കൂടുന്നത്, നീളം കൂടും.
നീളം കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അളക്കുന്ന ഇതാണ്. അത് കഴിയുമ്പോ അളക്കാം നമുക്കതിനെ വേണമെങ്കിൽ. വേണമെങ്കിൽ അത് കഴിഞ്ഞ് അളക്കാം. ആരും പറയുന്നില്ല. അല്ല അല്ല അല്ല, വെട്ടും തോറും നമ്മൾ വെട്ടുമ്പോ നീളം കൂടിക്കൊണ്ടിരിക്കും. ഞാൻ തന്നെ പറയാം, വഴി അതൊന്ന് വാട്സാപ്പിൽ എടുക്കുന്ന കേട്ടാ അയ്യേ ഞാനാണ് വസ്തു പറഞ്ഞ് എല്ലാം വരെ എത്തിയിട്ടും പറഞ്ഞില്ല. അതൊക്കെ നമ്മളിപ്പോ എപ്പോഴല്ല നമ്മളിങ്ങനെ പിടിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനെ കുറിച്ച് നമുക്ക് ആദ്യമായിട്ട് വന്നതുകൊണ്ടാണ് നമുക്ക് ഇത് കിട്ടാത്തത്. അടുത്തതിന് വന്നാൽ നമ്മളത് കണ്ടിട്ടേ ഉള്ളൂ. എല്ലാരും ഫുൾ ഓൺ എനർജിയിലാണ് ഇരിക്കുന്നത്. ചുമടുവെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കൊടുത്തോണ്ട് പോകാനായിട്ട് ധൈര്യമായിട്ട്. ഇത് പറ്റുന്നില്ല കേട്ടാ. ശരി, ആരും ആഗ്രഹിക്കാത്ത ജയം ഏത് ജയമാണ്? ആരും ആഗ്രഹിക്കാത്ത ജയം. നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. ജയം, നമ്മൾ വിജയം പറയും പോലെ ജയം. ആരും ആഗ്രഹിക്കാത്ത ജയം. നമ്മള് വേറെ പറഞ്ഞ പോലെ ഒന്നും അതേ ഉള്ളു. അമേരിക്കയും സൊമാലിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, അറിയോ? മനസ്സിലായില്ല. സ്വാതന്ത്ര്യം ജയം ജയം അതുമായിട്ട് ബന്ധം. സ്വാതന്ത്ര്യമായിട്ടൊക്കെ ആ പോലെ ഒരു വാക്കാണ്, അതുപോലെ വരുന്നൊരു വാക്കാണ്. ആരും ആഗ്രഹിക്കാത്ത ജയം. എന്റെ കൂടെ എന്തോരം ഉണ്ടോ ചേർത്ത് അത് ആരും ആഗ്രഹിക്കൂല. എന്റെ കൂടെ 1-2 അക്ഷരങ്ങളോ ചേർത്ത് കഴിഞ്ഞാൽ അത് ആരും വൃത്തികേടൊന്നല്ല, അത് ആ 2 അക്ഷരോടെ ചേർത്ത് നമ്മൾ ഒരിക്കലും അത് ആഗ്രഹിക്കൂല. വിജയം എല്ലാരും ആഗ്രഹിക്കും. അതിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ആരും ആഗ്രഹിക്കാത്ത ജയമാണ് ചോദിച്ചാ, അത് ആഗ്രഹിക്കാത്ത ജയമാണോ വിജയം? ആരും ആഗ്രഹിക്കാത്ത ജയം ചേട്ടന് പറ്റും. അല്ല, ഈ വിജയം പറഞ്ഞ ആളിന് ഉറപ്പായിട്ടും പറ്റും. വിജയം എന്ന് പറയുന്നത് നമ്മൾ ആർക്കും ആഗ്രഹിക്കാത്ത വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? വിജയം എല്ലാരും ആഗ്രഹിക്കും. ആഗ്രഹിക്കാത്തത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്ക്, സെയിം ആണ്. വിജയം പോലെ അടുത്ത് പറഞ്ഞു നോക്ക്. ആരും ആഗ്രഹിക്കാത്ത ജയം. വിജയം എല്ലാരും ആഗ്രഹിക്കുന്നതാണ്. അജയല്ല, വേറൊരു വാക്കുണ്ടല്ലോ, പറ. വേറൊരു വാക്കുണ്ട്. ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? വിജയത്തിന്റെ കൂടെ വേറൊന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ കറക്റ്റായി. ആരും ആഗ്രഹിക്കില്ലത്. വിജയം പറഞ്ഞവർക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും ആരും ആഗ്രഹിക്കാത്ത ജയം. വിജയത്തിന്റെ ഓപ്പോസിറ്റ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. വിജയത്തിന്റെ ഓപ്പോസിറ്റ്, വിജയത്തിന്റെ ഓപ്പോസിറ്റ് ആലോചിച്ച് നോക്ക്. പായിലാണ് തുടങ്ങുന്നത്. പരാജയം. ഒടുവി ഞാൻ തന്നെ വലിച്ചു തള്ളി ഇട്ട് ഉത്തരത്തിലോട്ട്. പരാജയം ആരും ആഗ്രഹിക്കും. പരാജയം വരത്തില്ല, നമ്മൾ തോൽവി എന്ന് പറയും. അല്ല, നമ്മൾ തോൽവി എന്ന് ചിന്തിക്കും, പരാജയം നമ്മൾ ചിന്തിക്കില്ലല്ലോ. അതാണ്. അപ്പൊ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യനിലോ നിങ്ങൾക്ക് 3 പേർക്ക് ഒരാൾ ഉത്തരം പറഞ്ഞാൽ സമ്മാനം അടിക്കാനുള്ള സാധ്യതയുണ്ട്. കണ്ണൂരിൽ ഞാനുണ്ട്, ബഹിരാകാശത്ത് ഞാനുണ്ട്, കലണ്ടറിലും ഞാനുണ്ട്. ആരാണ് ഞാൻ? കണ്ണൂരിൽ ഞാനുണ്ട്, ബഹിരാകാശത്ത് ഞാനുണ്ട്, കലണ്ടറിലും ഞാനുണ്ട്. ഈ പറഞ്ഞ വാക്കിനകത്തുണ്ടെന്നാണ് പറയുന്നത്. കണ്ണൂരിൽ ഞാനുണ്ട്, ബഹിരാകാശത്ത് ഞാനുണ്ട്, കലണ്ടറിലും ഞാനുണ്ട്. ആരാണ് ഞാൻ? കണ്ണൂരിൽ ഞാനുണ്ട്, കലണ്ടറിൽ ഞാനുണ്ട്, ബഹിരാകാശത്തിൽ ആളുണ്ട്. ഞാനുണ്ട്. ആരാണ് ഞാൻ? കുസൃതി ചോദ്യമാണ്. അപ്പൊ അതനുസരിച്ച് വരുമ്പോ അത് കണ്ണൂരിൽ കണ്ണ് ഞാൻ ഉണ്ട്. ആരെയാ കണികണ്ടത്? എനിക്കാണ് ഇത് കണ്ണിന്റെ കൃഷ്ണമണി എന്നാണ് തോന്നുന്നത്. കലണ്ടറിലുണ്ട്. കൃഷ്ണമണി എവിടെ? കലണ്ടറിൽ എവിടെ ഇരിക്കുന്നത്? കൃഷ്ണമണിയായിട്ടല്ലേ നോക്കണം കലണ്ടറിൽ. അതല്ലേ പറഞ്ഞു കിട്ടി. സത്യം പറഞ്ഞ ഇന്നലെ രാത്രി കെട്ടിയിട്ടാ. കലണ്ടറിലുണ്ട്, ബഹിരാകാശത്തും ഉണ്ട്. ബഹിരാകാശത്തോടെ കണ്ടിരിക്കുന്നു. ഒന്നുകൂടെ ആലോചിച്ചാൽ കിട്ടും.
കുസൃതി ചോദ്യമാണ്. മതി കൊണ്ട് വെച്ചിട്ട് നിങ്ങളല്ല മാക്സിമം ക്ലൂ തന്നാണ് ഇത് ചെയ്യുന്നത്. മനസ്സിലായില്ല. ഒരു ക്ലൂ തരാം. അത് നിങ്ങൾ ഭയങ്കരമായിട്ടൊന്നും ചിന്തിക്കണ്ട, വളരെ ഷോർട്ടായിട്ട് ചിന്തിച്ചു നോക്കുക. ഇത് മൂന്നിലും പറയുമ്പോ ഉണ്ടെന്ന് തോന്നുന്ന ഒരു സാധനം ഏതാ? കണ്ണാടിയായിരിക്കും. അത് ഞാൻ പറഞ്ഞു വീണ്ടും കണ്ണടയാണ്. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് എന്റെ രക്തം തിളക്കണ്. ഈ ഭയങ്കരമായിട്ട് ചിന്തിക്കണ്ട. ഈ 3 വാക്കും പറയുമ്പോ അതിനകത്ത് പൊതുവായിട്ട് ഉള്ള ഒരു സാധനം ഏതാ? ഈ 3 വാക്കിലും ഞാനുണ്ട്, ദൂരാശത്തിലും ഞാനുണ്ട്, കലണ്ടറിലും ഞാനുണ്ട്. ഡാറ്റാണ് അല്ല, സംഖ്യയല്ലല്ലോ. സംഖ്യയല്ലല്ലോ. അക്ഷരങ്ങൾ നോക്കിയോ? അക്ഷരം സംഖ്യ വിട്. അക്ഷരങ്ങള് ഉണ്ട്. അതെ, കൃത്യമായ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചേട്ടാ പേരെങ്ങനെയായിരുന്നു? എന്റെ പേര് സുജീന്ദ്രൻ. സുജീന്ദ്രൻ ചേട്ടൻ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി ബ്യൂട്ടീഷ്യൻ ചെയ്യിച്ച് മുഖം കഴുകി ഇവിടെ കൊണ്ടുവന്ന് പൊട്ട് തൊട്ട് ഇരുത്തി അല്ലേ? അല്ലേട്ടനും എല്ലാവരും ചേർന്ന് ഇരുത്തി. ഇന്നത്തെ ഇതിന്റെ എല്ലാം മാസ്റ്റർ ബൈക്കിന്റെ ഈ ചേട്ടനാണ്. ചേട്ടൻ ഞങ്ങൾ വെളിയിൽ നിന്ന് കറങ്ങിയ സമയത്ത് ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്ന് സുഹൃത്തുക്കളോടെ കിടക്കുകയാണ്. നമുക്ക് ഇന്ന് പരിപാടി ഇവിടെ എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ സുജീന്ദ്രൻ ചേട്ടാ 2 ഉത്തരം പറഞ്ഞ് അവസാന നിമിഷം സ്കോർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ സുജീന്ദ്രൻ ചേട്ടന് നമുക്കൊരു ചെറിയ സമ്മാനം കൊടുക്കാം. കൊടുക്കാം. അപ്പൊ ഞങ്ങള് ഒരു ചെറിയ സമ്മാനം അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അപ്പൊ എന്താ, മഴക്കാലമൊക്കെയാണ്, ട്രോളിംഗ് നിരോധനമൊക്കെ നടക്കുകയാണ്. അപ്പൊ ഈ മഴക്കാലത്ത് ചേട്ടന് ഒരുപാട് ഉപയോഗപ്പെടും. അതോടൊപ്പം ജോലിക്കിടയിൽ ഭയങ്കരമായിട്ട് വേർക്കുന്നു എന്ന് വീട്ടുകാർ പറയുന്നു എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഭാര്യ എപ്പോഴും പറഞ്ഞു, ചേട്ടാ ഒരുപാട് വേർക്കുന്നുണ്ട്, എന്തെങ്കിലും ബ്യൂട്ടി പാർലറോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പോയി മുഖമൊക്കെ ഒന്ന് വിഷയം എന്റെ ഭാര്യ എപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് എനിക്കിത് പോരെ, ഇതുപോരെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പണ്ട് പൃഥ്വിരാജനെ പോലെ ഇരുന്നതാണ്, ഇപ്പൊ മാറിപ്പോകുന്നു. ഒന്ന് ചരിഞ്ഞ മോലൊക്കെ ആവുന്നൊക്കെയാണ് പറയണത്. ഇല്ല, ഞാൻ ചരിയത്തില്ല. ഭയങ്കരം തന്നെ. ആര് പറഞ്ഞാലും ചരിയത്തില്ല. അപ്പൊ ഞങ്ങൾ തരുന്ന സമ്മാനം ഈ മഴക്കാലത്ത് ചേട്ടൻ ഉപയോഗിക്കാനായിട്ട് ഒരു റെയിൻ പ്ലസിന്റെ ഒന്ന് കൈയടിച്ചു. റെയിൻ പ്ലസിന്റെ ഒരു കുട. താങ്ക് യു. വളരെ വളരെ സന്തോഷം. ഇങ്ങനെ ഉറങ്ങി കിടന്ന് എന്നെ വിളിച്ചിരുത്തി ഇങ്ങനെ നല്ലൊരു ഒരു എന്റർടൈൻമെന്റ് നന്നായിട്ട് ഒന്ന് എൻജോയ് ചെയ്തത്. വളരെ വളരെ സന്തോഷം. എല്ലാവർക്കും സന്തോഷം. എന്റെ പേരും കൂടെ പറഞ്ഞില്ല. ചേട്ടന്റെ പേര് പറഞ്ഞില്ല. എന്റെ പേര് അമൽ മുരളി. ക്യാമറ എടുക്കുന്ന ശ്രീകണ്ഠൻ ചേട്ടൻ, അത് ഞങ്ങളുടെ വാവ ഡ്രൈവറാണ്. എല്ലാവർക്കും. അപ്പോ ഇവര് ഇവിടെ ചുമട്ട് തൊഴിലാളികളാണ്. ഇപ്പം നല്ല രീതിയിൽ എല്ലാവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് ഉണ്ടെന്നാണ് തോന്നുന്നത്. ലോഡുകളൊക്കെ കുറവാണ്. എങ്കിലും ഈ നിമിഷം അവർ നമ്മളോടൊപ്പം ഇരുന്ന് സന്തോഷിച്ചു, അടിച്ചു പൊളിച്ചു. എല്ലാവർക്കും അവരുടേതായ വ്യക്തിപരമായ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മാറാതെ അതൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ ഈ ഒരു സന്തോഷകരമായ നിമിഷം നമ്മൾ ഇനി അതുകൂടെ വലിച്ചിട്ടൊരു മൂഡിലോട്ട് പോകണ്ട, അല്ലേ? അതൊക്കെ മാറട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ഓക്കെയാണ്. അത് ഇപ്പോഴും എൻജോയ് ചെയ്ത് പോകണം. അതെ, എൻജോയ് ചെയ്ത് പോകും. അതാണ് അവരും പറയുന്നത്. ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി എടുക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. നല്ല കാറ്റും നല്ല രസവും നല്ല തണലൊക്കെ ഉള്ള സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വരണം, പുത്തരിക്കണ്ടം മൈതാനത്ത് എല്ലാവരും വരണം. എല്ലാവരും വന്ന് എൻജോയ് ചെയ്യണം. എല്ലാ കൊച്ചുകുട്ടികളെ എല്ലാം കൊണ്ടുവരും. എല്ലാം ഇവിടെ പ്യൂറായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മളിപ്പോൾ കോർപ്പറേഷനിലെ മേയർ ഉൾപ്പെടെ എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാവരും വരണം. അപ്പൊ വന്ന് ഇവര് ഇവിടെ കാണുമല്ലേ? ഈ ചേട്ടന്മാരാരെങ്കിലും ഒക്കെ ഫ്രണ്ട് നമുക്ക് എല്ലാ സൗകര്യവും ഉണ്ട്. രാത്രി 8:30 മണി വരെ സൗകര്യമുണ്ട്. രാവിലെ തൊട്ട് 6 മണി തൊട്ട് 8 മണി വരെ എല്ലാ സൗകര്യമുണ്ട്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെയൊക്കെ തന്നെ കാണും. എന്റെ ഫ്രണ്ടിൽ എല്ലാവരും കാണും. എന്ത് സഹായത്തിനാണെങ്കിലും നമ്മുടെ ചേട്ടന്മാരോട് ഉണ്ട്, അല്ലേട്ടാ? അപ്പം പൊളിച്ചു, വളരെ സന്തോഷം. അപ്പൊ ഇവരെല്ലാം ഞങ്ങളെ ക്ഷണിച്ചിരിക്കണം. എല്ലാവരും ഉള്ളപ്പോൾ നമുക്ക് ഒന്ന് വേറൊരു ഗെയിം ഷോ ഒക്കെ വയ്ക്കാം. ഓക്കെ, നമുക്ക് ഇതിലൂടെയൊക്കെ ആവശ്യമായ സമ്മാനങ്ങളൊക്കെ തരാം. അതെല്ലാം വെച്ചിട്ട് ഗംഭീരമായ ഷോ എടുക്കാം. താൽക്കാലികമായി ഇഞ്ചോടിഞ്ചെന്ന പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു മനോഹരമായ എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.